ഓം കർപ്പണ്യോക്ഷോപകരസ്വഭാവ പൃച്ഛാമി തന്ധർമ്മസു മൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം രോഗിതന്മേ ശിഷ്യസ്തേഹം ശാതി മാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശനം ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 31-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം. ആഖ്യാഖി മേങ്കോ ഭവാൻ ഉഗ്രരൂപ നമസ്തുതേ ദേവ വരപ്രസീത വിച്ചാതും ഇച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാപി തവ പ്രവർത്തി. ഘോരരൂപനായിരിക്കുന്ന അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? എനിക്ക് പറഞ്ഞു തന്നാലും. ഹേ ദേവദേവേശ, അങ്ങയ്ക്ക് നമസ്കാരം. പ്രസാദിച്ചാലും ആദിപുരുഷനായിരിക്കുന്ന അങ്ങയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി എന്താണ് യഥാർത്ഥത്തിൽ അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ ഈശ്വരൻ ആരാണ്, എന്താണ്? വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സാധാരണ നിലയിൽ തന്നെ പോലെ തന്നെ ജന്മമെടുത്തു വന്നിരിക്കുന്ന, മനുഷ്യ ശരീരം എടുത്തു വന്നിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണന്റെ ഭാവത്തിലല്ല വിശ്വരൂപം കാണുന്നത്. അത് ഈശ്വരനാണെന്നുള്ളത് അർജുനന് ബോധ്യം വന്നു. അപ്പൊ ഇത്ര ഘോരരൂപമായിരിക്കുന്ന ഈ ഒരു വിശ്വരൂപം വെച്ചുകൊണ്ട് അങ്ങ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം അർജുനനിൽ നിന്ന് ഉയരുന്നു. അതിന് ഉത്തരം 3 ശ്ലോകത്തിലൂടെ ഭഗവാൻ നൽകുന്നുണ്ട്. അതാണ് ഈശ്വരന്റെ യഥാർത്ഥ ഭാവം എന്താണെന്ന് ഭഗവാൻ നമ്മളെയും പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ശ്രീ ഭഗവാന് വാച കാലോ അസ്മി ലോകക്ഷയൽകൃത പ്രവർത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവർത്ത ഹൃദയവിത്വാം ന ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനികേഷു യോധ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ലോകക്ഷയകൃത പ്രവർത്തോ, ലോകനാശത്തെ ചെയ്യുന്ന അത്യുൽക്കടമായിരിക്കുന്ന കാല അസ്മി, ആ അത്യുൽക്കടനായിരിക്കുന്ന കാലമാണ് ഞാൻ. ലോകാൻ സമാഹർത്തു, ലോകങ്ങളെ സംഹരിക്കാനായിക്കൊണ്ട് ഇഹ പ്രവർത്ത, ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തെ പ്രത്യനികേഷു യോധ എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ തോറും ഇരു സൈന്യങ്ങളിലും ഉള്ളവർ, അവസ്ഥിതോ തേ സർവേ, യോദ്ധാക്കളായിട്ട് ഇരു സൈന്യങ്ങളിലും യോദ്ധാക്കളായിട്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാം, ത്വാം ഹൃദയബി, നിന്നെ കൂടാതെ ആയാലും നീ യുദ്ധം ചെയ്യാതിരുന്നാലും, ന ഭവിഷ്യന്തി, ജീവിച്ചിരിക്കുകയില്ല. നീ യുദ്ധം ചെയ്യാതിരുന്നാലും ഇരു സൈന്യങ്ങളുമുള്ള യോദ്ധാക്കളായിട്ട് ആരൊക്കെ ഉണ്ടോ ആരും ജീവിച്ചിരിക്കുകയില്ല എന്ന് ഭഗവാൻ പറയാണ്. ലോകനാശത്തെ ചെയ്യുന്ന അത്യുൽക്കടമായിരിക്കുന്ന കാലമാണ് ഞാൻ. ലോകങ്ങളെ സംഹരിക്കാനാണ് ഇപ്പോഴത്തെ എൻ്റെ പുറപ്പാട്. ഈ ഇരു സൈന്യങ്ങളിലും യോദ്ധാക്കളായിട്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാം നീ യുദ്ധം ചെയ്യാതിരുന്നാൽ കൂടി ജീവിച്ചിരിക്കുകയില്ല. ത്വം ഇതേ അപി എന്നതിന് നീ ഒഴിച്ച് എന്ന് ചിലർ അർത്ഥമെടുത്ത് കാണുന്നുണ്ട്. അത് സ്വീകാര്യമായി തോന്നില്ല. അർജുനൻ മരണമില്ലാത്തവനല്ല. അപ്പം എന്ത് സംഭവിച്ചാലും, എന്തൊക്കെ ഈ ലോകത്ത് നടന്നാലും ഭഗവാൻ ഒരു സത്യം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാ കാലത്തും ഓർത്തിരിക്കണം. എന്താ അത്? ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യ. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും. ആരും മരണത്തെ ജയിക്കാൻ ഇന്ന് വരെ ലോകത്താർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപികാരാർത്ഥ. അതുകൊണ്ട് പരിഹാരമില്ലാത്ത വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആകണ്ടാന്ന്. ഇല്ലേ? ഈ ടെൻഷനാണ് ഈ ആശുപത്രിക്കാരൊക്കെ നമ്മളെ നിന്നും മുതലെടുക്കുന്നത്. എന്താ? എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയുള്ള ഒരേ ഒരു ഭയം എന്താണ്? മരണഭയം. ജലദോഷം വന്നാൽ പോലും ആശുപത്രിയിൽ ഓടിയിട്ട് അവര് പറയുന്ന സകല ടെസ്റ്റിന്റെ പിന്നാലെ പോകുന്നത് ഈ മരണഭയം.
പരിഹാരമില്ലാത്ത വിഷയത്തെ കുറിച്ച് വെറുതെ ആലോചിച്ച് ടെൻഷൻ ആകണ്ടെന്നാ ഭഗവാൻ പറഞ്ഞു. അപ്പൊ അത് തന്നെ ഇവിടെ ഒന്നോടെ ഞാൻ കാലമാണ്. ഈ മരണം സംഭവിക്കുന്ന അപ്പ ഒരു കാലമുണ്ട്, ആ കാലത്തിന്റെ പരിധിയിലാണ്. ഭഗവാൻ എപ്പോഴും വർത്തമാന കാലത്തിൽ നമ്മൾ ഒരിക്കലും വർത്തമാനത്തിൽ വർത്തിക്കില്ല. ഭഗവാന്റെ സ്ഥൂലരൂപം ശീല അനുഭവം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ സമയത്ത് ഈശ്വരൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ. അല്പം മാറിയ ഇല്ല, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയ ഇല്ല. കാലസ്വരൂപനാണ് ഭഗവാൻ. ഈ നിമിഷം ദാ ഇവിടെ ഇപ്പോൾ ഈശ്വരനുണ്ട്. ഞാനുണ്ടെങ്കിൽ ഇവിടെ ഈശ്വരനുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഈശ്വരനുണ്ട്. ഈ നിമിഷം അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല. അടുത്ത നിമിഷത്തേക്ക് കാര്യം ആലോചിച്ചാൽ ഈശ്വരനില്ല, ഈ നിമിഷം ഉള്ളൂ. ഇന്നലത്തെ കഴിഞ്ഞു പോയ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചാലും അവിടെ ഈശ്വരനില്ല. നിങ്ങളും ഇല്ല, ഞാനും ഇല്ല, നീയും ഇല്ല, ഒന്നുമില്ല. ഉള്ളത് എവിടെയാ? ദാ ഇവിടെ സത്തയായിട്ട്, ദാ ഈ നിമിഷം ഇവിടെ. ഇതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മണോക്കി വിബോധവ്യം ബോധവ്യം ച വികർമ്മണാഘ കർമ്മണ ബോധവ്യം ഗഹന കർമ്മണോകതി. ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. ഈ നിമിഷം എന്താ ചെയ്യാൻ പാടില്ലാത്തെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. ഈ ബോധം ആണ് ഈശ്വരൻ. ഈ നിമിഷം ആ ബോധം നിങ്ങൾക്കുണ്ടോ, ഞാനുണ്ട് എന്നുള്ള ബോധമുണ്ടോ, അതാണ് ഈശ്വരൻ. ഈ കാലം എല്ലാവരെയും കൊല്ലും. കാലമാണ് ഭഗവാൻ. അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. പറഞ്ഞില്ലേ, ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന ആള് ട്രെയിൻ കാത്തിരിക്കുക, അവിടെ ഇരുന്ന ഇരിപ്പിൽ പോയി. ഒരു ട്രെയിനും വരേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അതിന് ധർമ്മ അധർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, ഈശ്വരവാദി ആയിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ആരായാലും വേണ്ടില്ല, അവരൊക്കെ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ത്വാം ഇതേ അപി എന്ന പ്രയോഗത്തിന് നീ ഒഴിച്ചതെന്നുള്ള അർത്ഥമില്ല. നീ മാത്രം മരിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നീയും രണ്ടു പക്ഷത്തുമുള്ള യോദ്ധാക്കളായിട്ട് ആരൊക്കെയുണ്ടോ അവരൊക്കെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനിച്ചാൽ മരണം ഉറപ്പാണ്. അത് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, എന്തായാലും ഈ ശരീരം ഒരിക്കൽ ഉപേക്ഷിച്ച് പറ്റും. എന്നാൽ ശരീരം, മരണം എന്ന് പറയുന്ന ഈ ശരീരത്തിനേ ഉള്ളൂ. ഈ അകാല മരണം എന്നൊക്കെ ചിലരും വരും. അകാല മരണം എന്നൊരു സംഭവം ഇല്ല. കാലം വരുമ്പോഴേ മരിക്കുള്ളൂ. കാലമില്ലാത്തവൻ എപ്പോഴാ മരിക്കുക? ഓരോരുത്തർക്കും ജനിക്കുമ്പോഴും ആദ്യ ശ്വാസം എന്നെടുക്കണോ അവസാന ശ്വാസം എന്ന് വിടണമെന്നോ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ മാറ്റാൻ ഒരു ഡോക്ടർ വിചാരിച്ചാലും, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലും ഒരു ടെക്നോളജി കൊണ്ടും അതിനെ മാറ്റാൻ സാധ്യമല്ല. വലിയ തപം ചെയ്ത ഹിരണ്യകശിപുവിന്റെ ഒക്കെ കഥ അറിഞ്ഞൂടെ? മരണത്തെ ജയിക്കണം എന്ന് പറഞ്ഞു, മരണത്തെ ജയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരം ആർക്കും കൊടുക്കാനും പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ മരിക്കണം എന്നുള്ള വരം തരാൻ പറഞ്ഞു. അത് വേണേ തരാം. ചോദിച്ചോളൂ, എങ്ങനെയാ മരിക്കണ്ടേ? അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, സന്ധ്യയ്ക്കും പകലും മരിക്കരുത്, രാത്രി മരിക്കരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ഇങ്ങനെ ഏതൊക്കെ മൃഗം ആയിരിക്കരുത്, എന്തൊക്കെ പ്രീ കണ്ടീഷൻസ് ആണ് വെച്ചത് ഹിരണ്യകശിപു. അതെല്ലാം തഥാസ്തു എന്ന് പറഞ്ഞു അല്ലേ? ഭഗവാൻ ഇത്ര കാരുണ്യവാനായതുകൊണ്ട് ഹിരണ്യകശിപുവിന് ഏത് തരത്തിൽ ബ്രഹ്മപ്രജാപതി വരം കൊടുത്തോ അതിനു വേണ്ടിയിട്ട് ഒരു രൂപം എടുത്തുള്ളൂ. അപ്പൊ ഹിരണ്യകശിപു നിസ്സാരക്കാരനൊന്നും ഇല്ല എന്നർത്ഥം അല്ലേ? എന്തൊക്കെ പ്രീ കണ്ടീഷൻ, എനിക്ക് മരിക്കണം, മരണത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ മരണത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ്. തൻ്റെ ബുദ്ധി കൊണ്ട് ഒരു പ്രീ കണ്ടീഷൻ വെച്ചു. എന്തൊക്കെയാ? അകത്തായിരിക്കരുത്, പുറത്തായിരിക്കരുത്, മനുഷ്യനായിരിക്കരുത്, മൃഗമായിരിക്കരുത്, ആയുധം ഉപയോഗിക്കരുത്,
ഒരായുധം കൊണ്ടും എന്നെ കൊല്ലപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ പ്രീ കണ്ടീഷൻ വെച്ചോ, പകലായിരിക്കരുത്, രാത്രി ആയിരിക്കരുത്, അകത്തായിരിക്കരുത്, പുറത്തായിരിക്കരുത്, മുഖമായിരിക്കരുത്, മനുഷ്യനായിരിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തഥാസ്തു എന്ന് അനുഗ്രഹിച്ചു. എന്തൊക്കെ പ്രീ കണ്ടീഷൻ വെച്ചോ ആ പ്രീ കണ്ടീഷനൊക്കെ പാലിച്ചുകൊണ്ട് ഒരു അവതാരം കൊടുത്തു. എന്നിട്ട് മരണത്തെ ജയിക്കാൻ സാധിച്ചോ? അപ്പൊ മരണം കൊടുത്തു. ഇതുപോലെ ഘോരമായൊരു മരണം നമ്മൾ ഇതേവരെ കണ്ടിട്ടുണ്ടാവില്ല. അത്രമാത്രം. മനസ്സിലായില്ലേ? സ്വന്തം മടിയിൽ എടുത്തു വെച്ചിട്ട് നഖങ്ങളെ ആയുധം ഉപയോഗിക്കരുത്, നഖമായതായിട്ട് നഖം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല പ്രീ കണ്ടീഷൻ. സിംഹത്തിന്റെ നഖം കൊണ്ട് ഹൃദയം പിളർന്നിട്ട് ഹൃദയം കൊടലുമാല എടുത്ത് പുറത്ത് തൻ്റെ കഴുത്തിലിട്ടു, മാലയായിട്ട് ഭഗവാൻ. ഇതാണ് ഭഗവാൻ വിചാരിച്ചാൽ എന്ത് വേണേലും നടക്കും. എന്നാൽ ഇതൊക്കെ ചെയ്താലും ആ ചൈതന്യം എവിടെ പോയി ചേർന്നു? ഹിരണ്യകശിപു ഭയങ്കര തപം, പഞ്ചാഗ്നി മഗ്നത്തിൽ നിന്ന് തപസ് ചെയ്ത ആളാ. ഇന്ദ്രനത് പേടിച്ചിട്ടാണ് കയാതുനെ തട്ടിക്കൊണ്ടുപോയതൊക്കെ. കാരണം ഡിസ്റ്റർബ് ചെയ്താൽ, സ്വന്തം ബന്ധുവിനെ തട്ടിക്കൊണ്ട് പോവുകയോ ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ അവൻ തപസ്സിൽ നിന്ന് പുറത്തു വരുമോ എന്നറിയാൻ വേണ്ടി. ദേഹബോധമുള്ളവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ, നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ തപസ്സൊക്കെ വിട്ടിട്ട് ചിലപ്പോൾ പോകും, അല്ലേ? ഈ കുടുംബ ബന്ധങ്ങള്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പുറപ്പെടും ചിലപ്പോൾ. എന്നിട്ട് ഇളകിയില്ല. ഭാര്യ കണ്ടോണ്ടുപോയി, എന്നിട്ടും ഹിരണ്യകശിപു ഇളകിയൊന്നുമില്ല. അവിടെയാണ് കാലം എന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രത്യേകിച്ചും ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതിൽ സമയമില്ല എന്ന്. ബാക്കി നിങ്ങൾ എന്ത് കാര്യത്തിന് വേണമെങ്കിലും സമയമില്ല, എനിക്കിപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ ഈശ്വര കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അതിപ്പോൾ സമയമില്ല എന്ന് മാറ്റി വെച്ചാൽ, കാലസ്വരൂപന ഈശ്വരൻ നിങ്ങൾക്ക് സമയം 24 മണിക്കൂർ തന്നിട്ടുണ്ട്, ഒരു ആയുസ് മുഴുവൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതില്ലാന്നെങ്കിലും പറയും, വന്നിച്ചിരി നിന്ദിക്കാതെങ്കിലും ഇരിക്കുക. എനിക്ക് ഈശ്വരകാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യത്തിന് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല, എനിക്കിപ്പോൾ സമയമില്ല എന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ ഈശ്വര കാര്യങ്ങൾ ആരെങ്കിലും മാർഗദർശനം നൽകി ഇതായത് പോയി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ നിഷേധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് സമയം ഉണ്ടാകും എന്ന് നിങ്ങൾ തീരുമാനിച്ച് വരുന്നത് വരെ വീണ്ടും ജന്മം എടുക്കണം. ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞാലും പിന്നെ സമയം ഉണ്ടാക്കി നിങ്ങൾ എന്ത് നിഷേധിച്ചോ അത് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ആരാ? കാലസ്വരൂപം. അതാ നിമിഷം ഇവിടെ ഈശ്വരനുണ്ട്. ഈ നിമിഷത്തിന് പിന്നിലുമില്ല, മുമ്പിലുമില്ല, പിന്നിലുമില്ല, പുറകിലുമില്ല. ഇപ്പൊ ഇവിടെ നമ്മളോടൊപ്പം ഈശ്വരനുണ്ട്. ഈ നിമിഷം കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനെയും നമ്മളൊക്കെ മരണം ഓരോ നിമിഷവും നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോണസായിട്ട് കരുതിക്കൊള്ളുക. ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരണത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആര് വിചാരിച്ചാലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയാലും നിങ്ങൾക്ക് രക്ഷയൊന്നുമില്ല. ആദ്യ ശ്വാസം എന്നെടുക്കണോ അവസാന ശ്വാസം എന്ന് വിടണോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ പരിഹാരമില്ലാത്ത വിഷയത്തെ പറ്റി ആലോചിച്ച് വെറുതെ സമയം കളയണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഒന്നോടെ അത്യുൽക്കടമായിരിക്കുന്ന കാലമാണ് ഞാൻ. അഥവാ കാലമാണെങ്കിൽ കാലനാണ് ഞാൻ. യഥാർത്ഥത്തിൽ കാലനാരാ? ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയാ കാലം, അത് തന്നെയാണ് കാലൻ. അത് പാസ്റ്റായ കാലനായി. കാലം കാലനാകുന്ന എപ്പോഴാ? സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് ഈ ലോകങ്ങളെ സംഹരിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ പുറപ്പാട്. എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ ഇല്ലാതെയാകും. എന്നാൽ ഒന്ന് മാത്രം ഇല്ലാതെ ആകില്ല. അതെന്താ? ഈശ്വരന്റെ പരാശക്തിയാണ് നമ്മുടെ ജീവനായിട്ട് ഞാൻ എന്ന് പറയിപ്പിക്കുന്നത്. ആ ഞാൻ ഒരിക്കലും ഇല്ലാതെ ആകുന്നില്ല. 3 കാലങ്ങളിൽ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ആരാന്ന് പറയും, അല്ലേ? ഇന്നത്തെ കാര്യം പറഞ്ഞാലും ഇന്നത്തെ കാര്യം പറഞ്ഞാലും നാളത്തെ കാര്യം പറഞ്ഞാലും ഞാനില്ലാതില്ല. ഈ ഞാനിന് ഒരിക്കലും മരണമില്ല. നിങ്ങൾ എത്ര ജന്മം എടുത്താലും ഈ ഞാൻ തന്നെയാണ്
യഥാർത്ഥ ജ്ഞാനം, ആത്മബോധത്തെ ഉണ്ടാക്കി തരുന്ന, അതിൽ നിന്നാണ് ഞാനെന്ന അഹംബോധം ഉദിക്കുന്നത് എന്നർത്ഥം. അത് മാത്രമേ ഉള്ളൂ. അതെല്ലാ കാലത്തും നിലനിൽക്കും. അതിന് ഈ കാലന്റെ ബാധകമല്ല. കാലപരിധിക്കുള്ളിലല്ല ജീവന്റെ നിലനിൽപ്പ്. ഈശ്വരന്റെ നിലനിൽപ്പും കാലത്തിന്റെ പരിധിക്കുള്ളിലല്ല. പിന്നെ കാലത്തിനൊക്കെ പരിധി കൽപ്പിച്ച് വെച്ച് ഒക്കേഷണലി നമ്മൾ നൈമിത്തിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് ആ പ്രതിഷ്ഠാദിനമൊക്കെ ആഘോഷിക്കും. പിറന്നാൾ, നമ്മൾ ജനിച്ചാൽ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കും. ഒറ്റ പ്രാവശ്യം പിറന്നിട്ടുള്ളൂ, രണ്ടാമത് പിറന്നാൾ വരില്ല. വരുമോ? ഒരാൾ ഒരു നാളിൽ ജനിച്ചാൽ പിന്നെ രണ്ടാമത് എങ്ങനെ പിറന്നാൾ വരിക? ഒരൊറ്റ പ്രാവശ്യം പിറന്നിട്ടുള്ളൂ. പിന്നെ ആകെ വരാനുള്ള എന്താ? മരണനാള്. പിന്നെ നമ്മൾ എന്നാലും ആഘോഷിക്കും പിറന്നാളെന്ന് പറഞ്ഞ്. ആ പിറന്ന മട്ടാണോ ഓരോ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇരിക്കണത്? ഓരോ പിറന്നാളിനും ഫോട്ടോ എടുത്ത് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് എത്ര വയസ്സായോ അത്രയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാ ഞാൻ എന്തൊക്കെ മാറിയാൽ ഞാൻ മാറുന്നില്ല, എൻ്റെ മാറുന്നില്ല. അതുകൊണ്ട് ഈ ഇരു സൈന്യങ്ങളിലും യോദ്ധാക്കളായിട്ട് ആരൊക്കെയുണ്ട് അവരെല്ലാം നീ യുദ്ധം ചെയ്യാതിരുന്നാലും ജീവിച്ചിരിക്കുകയില്ല. ഒരാളുടെ മരണത്തിന്റെ കാരണമായിട്ടൊക്കെ നമുക്ക് പറയാന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് രാജ്യങ്ങള് യുദ്ധം നടന്ന് ഒരാൾ കൊണ്ടുവന്ന് ബോംബിട്ടു, മറ്റേ ആളും അതിന് ബദൽ തീർക്കാൻ കുറയും അതിന്റെ ഇരട്ടി കൊണ്ടുവന്നിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും മറ്റേ ആൾ ഇട്ടിട്ടാ ഇന്നയാൾ മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരാളുടെ തലയിലും മരണം എഴുതിയിട്ടുണ്ടോ, എങ്ങനെയാ മരിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, അത് സംഭവിക്കും. ആരെങ്കിലും നിമിത്തമായിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാൽ നിരപരാധികളുടെ തലയിലല്ലേ ബോംബിട്ട്? നിരപരാധികൾ എന്ന് പറയണത് ഇല്ല. നിങ്ങൾ നിരപരാധി, നിഷ്കളങ്കനും നിശുദ്ധനും ശുദ്ധനും ഒക്കെ ആയിരുന്നെങ്കിലേ ആ സത്യത്തിൽ മാത്രമേ നിൽക്കൂ. തിരിച്ചു വരേണ്ട ആവശ്യമില്ല. വീണ്ടും വന്ന് ജനിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ആപത്താ. അപ്പം ഈ പൂർവജന്മ കർമ്മ ബന്ധനം ഇല്ലാത്തവരാരും വീണ്ടും വീണ്ടും ജനിച്ചു വരുന്ന പ്രശ്നമില്ല. അപ്പൊ ആരാ നിരപരാധി? നമ്മൾ ഇവിടെ വന്ന് ജനിക്കേണ്ടത് ഞാനും നിങ്ങളും ഒക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ആപത്താണ്. എന്തുകൊണ്ട് ആപത്ത് വന്നത്? പൂർവ്വജന്മ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആരും നിരപരാധിയൊന്നുമല്ല. നിരപരാധിയാണെങ്കിൽ നിത്യശുദ്ധനായിരുന്നെങ്കിൽ ഭഗവാന്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി. അവന് പിന്നെ പുനർജന്മ ഇല്ല. ജന്മം വന്നവരൊന്നും അത്ര ശുദ്ധന്മാരൊന്നുമല്ല. നമ്മുടെ കാഴ്ചപ്പാട് പോലെയല്ല ഈശ്വരന്റെ കാഴ്ച. എന്തെങ്കിലും തരത്തിൽ പുണ്യത്തിന്റെ ഫലമോ പാപത്തിന്റെ പുണ്യമോ, ഇത് രണ്ടും കർമ്മബന്ധന. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. അതില്ലാതെ ആക്കണം. അത് മനുഷ്യജന്മത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതിനെ ഈ കഥയൊക്കെ പറയണം. അപ്പൊ നമുക്കിപ്പോ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇല്ലേ രോഗം വന്നിട്ടാ മരിച്ചേ, മാരാരോഗം വന്നു, ഇല്ലേ മറ്റേ ആളിൽ നിന്നാ പകർന്നിട്ടാ കിട്ടിയേ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലും മറ്റേ ആളെന്നെ ഉപദ്രവിച്ചിട്ടാ ഞാൻ പോയി ആത്മഹത്യ ചെയ്തേ, ഇല്ലേ പ്രാരാബ്ധം കൊണ്ടാ പോയി ആത്മഹത്യ എന്ന വാക്ക് തന്നെ എന്റെ കാഴ്ചപ്പാട് തെറ്റാണ്. ആത്മാവിനെ ഹത്യ ചെയ്യാൻ ഒരിക്കലും ആർക്കും സാധ്യമല്ല. പിന്നെ ചെയ്യുന്ന ശരീരഹത്യ. ഈ ശരീരഹത്യ ചെയ്താലും അതും ശാശ്വതമായ പരിഹാരമൊന്നുമല്ല. തൽക്കാലം രക്ഷപ്പെടാന്ന് മാത്രം, അത്രേ ഉള്ളൂ. വീണ്ടും അതേ പ്രാരാബ്ധത്തിൽ വന്ന് ജനിക്കും. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പഴയതൊന്നും പ്രാരാബ്ധമൊന്നും ഓർമ്മ കിട്ടില്ല, അല്ലേ? ആരുടെ അടുത്ത് നിന്ന് കടം മേടിച്ചിട്ടാ, അല്ലേ കടം പ്രാരാബ്ധം സാമ്പത്തിക ബാധ്യത കൊണ്ടാണോ ആത്മഹത്യ ചെയ്തേ, ഇല്ലെങ്കിൽ കുടുംബത്തിൽ പേര് ദോഷം ഉണ്ടാക്കിയിട്ട് ആത്മഹത്യ ചെയ്തു ദുർമരണാന്നൊക്കെ പറഞ്ഞാലും ഒരു മരണവും ദുർമരണമൊന്നും അല്ല. ഓരോരുത്തർക്കും എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്ങനെ മരിക്കണം. അത് നമ്മുടെ വ്യാഖ്യാനാണ് ദുർമരണം, മറ്റേ മരണം, മറിച്ച മരണം, അകാല മരണം എന്നൊക്കെ പറയുന്നത്. ജാതസ്യഹി ധ്രുവോ മൃത്യു. എത്ര ആധ്യാത്മികം, എത്ര ഭക്തനായിരുന്നാലും വേണ്ടില്ല, എൻ്റെ ശരീരം എങ്ങനെ ജീർണിച്ച് നശിക്കണമെന്ന് എൻ്റെ ജാതകത്തിലുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് സംഭവിക്കും. എന്തുകൊണ്ടാ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് ഭക്തിയുടെ പാതയിൽ സഞ്ചരിച്ചിട്ടും എന്തുകൊണ്ടാ ക്യാൻസർ ഒന്ന് മരിച്ചേ എന്നൊക്കെ ചിലർ ചോദ്യം ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിലൊന്നും അർത്ഥമില്ല. എന്തെങ്കിലും കാരണം വന്നിട്ട് ഈ ശരീരം വീണു പോണ്ടേ?
ഓരോരുത്തരുടെയും ഹിരണ്യശിപുവിന് എങ്ങനെ മരിക്കണ്ടേന്ന് അവന്റെ ജാതകത്തിൽ എഴുതി ചോദിച്ചു വാങ്ങിയ വരാ. അപ്പൊ അതങ്ങനെ തന്നെ സംഭവിക്കും. നമ്മൾ ആത്മാർത്ഥ ഭക്തിയോടുകൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത കാര്യമൊന്നുമില്ല. ഇഷ്ടഭോഗങ്ങളൊക്കെ നൽകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മരിക്കണം എന്നുണ്ടെങ്കിൽ മരിക്കാം. പക്ഷെ മരിച്ചു എന്നോർത്ത് ശാശ്വത പരിഹാരമല്ല. ഈ ശരീരത്തിനാ മരണം. ജീവൻ പിന്നെയും ഇവിടെ ബന്ധിക്കും അല്ലേ? അതില്ലാതിരിക്കണേ എന്ത് വേണം? കർമ്മബന്ധനങ്ങളെ കർമ്മം കൊണ്ട് ശുദ്ധീകരിക്കണം. അത് ആധ്യാത്മികയിൽ പോലും ഭക്തിയിൽ പോലും കർമ്മബന്ധനം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഭക്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ കർമ്മബന്ധനം ഉണ്ടാകുന്നു. അതും കർമ്മബന്ധനമാവും. ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? ഇതൊക്കെ വിസ്തരിക്കേണ്ട കാര്യം എന്താ? എനിക്കും കർമ്മബന്ധനം ഇതുമായിട്ടുണ്ട്, ഇത് യേശുവായിട്ട് ബന്ധമുണ്ടെന്നാണ്. ഇല്ലെങ്കിൽ ഒന്ന് ഇവിടെ ഇരിക്കേണ്ട, എവിടെയോ ജനിച്ചു വളർന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഇരുന്നുകൊണ്ട് ഈ കഥ പറയണമെന്ന് എന്താ എഴുതി വെച്ചേക്കണേ? തലകാല ബന്ധമുണ്ടെന്ന്. ദാനേ ദാനേ പർ ലിഖാ ഹൈ കാനേ വാലാ കാ നാം, കഥം കഥം പർ ലിഖാ ഹൈ ചലനെ വാലാ കാ നാം. ഇതിനൊക്കെ ഹിന്ദി ശബ്ദങ്ങളാണ്, ശരിക്കും യോജിക്കുക എന്ന് പറയും. ഓരോ തരി മണ്ണിൽ എഴുതിയിട്ടുണ്ട്, ഓരോ ചുവട് മണ്ണിൽ എഴുതിയിട്ടുണ്ട് ആര് എപ്പോൾ അതിലെ നടക്കണം. ഓരോ തുള്ളി ജലത്തിലും എഴുതിയിട്ടുണ്ട് ആ ജലം ആര് എപ്പോൾ എവിടെ വെച്ച് കഴിക്കണം. ഇതൊന്നും മാറ്റാൻ പറ്റില്ല. നമ്മുടെ ടെക്നോളജി കൊണ്ടൊന്നും ഇതൊക്കെ കാലത്തിന്റെ അനുസരിച്ചായിരിക്കും നടക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് ഞാൻ കാലസ്വരൂപനാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ എവിടെയോ ജനിച്ചു, അതിനും ഒരു കാലമുണ്ട്. ജനിച്ചിട്ട് എവിടെയൊക്കെ സഞ്ചരിക്കുമോ അതിനും കാലമുണ്ട്. നമ്മൾ എവിടെ ചെന്നിട്ട് എന്തൊക്കെ യാതനകളോ എന്തൊക്കെ കഷ്ടതകളോ എന്തൊക്കെ ശ്രേഷ്ഠതകളോ അച്ചീവ്മെന്റ് ഉണ്ടാക്കണോ അതിനും കാലമുണ്ട്. നമ്മൾ ഓരോ നിമിഷവും കഴിക്കുന്നതിന് കാലമുണ്ട്. നമ്മുടെ ശരീരം ത്യജിക്കപ്പെടുന്നതിനും കാലമുണ്ട്. ഈശ്വരന്റെ സ്ഥൂല രൂപം പ്രത്യക്ഷമാണ് നമ്മുടെ ഈ സമയം. ദാ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഈ സമയം, അത് ഈശ്വരനാണ്. ഇതിന്റെ പിന്നിലോ മുമ്പിലോ പോയാൽ കാലമില്ല, പിന്നെ ഈശ്വരനും ഇല്ല. ഈ നിമിഷമാണ് ഈശ്വരനുള്ളത് നമ്മുടെ ഒപ്പം. അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കർമ്മണോക്കെ വിബോധവ്യം ബോധവ്യം ച, ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനിച്ചാൽ മരണം വരെ ഈ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യണം തീരുമാനിച്ചു ഈ നിമിഷം ചെയ്തു കൊള്ളണം. ഈ നിമിഷം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് അത് ഒരിക്കലും ചെയ്യാനും പാടില്ല. ഇത് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുന്നതും കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അത് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിൽ നമ്മുടെ നിഴലായിട്ട് കാലസ്വരൂപൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ നിഴലിനെ മാറ്റി സഞ്ചരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കുറച്ചു നേരത്തേക്ക് നിഴലൊന്ന് മാറിയിരിക്കും, എൻ്റെ പിന്നാലെ എപ്പോഴും വരിക, ശല്യം. സ്വന്തം നിഴല് തന്നെ പേടിക്കാറുണ്ടല്ലോ ചിലർ, അല്ലേ? ഈ നിഴലിനെ മാറ്റാൻ പറ്റില്ല, അതേപോലെ കാലത്തെ മാറ്റാനും പറ്റില്ല. അപ്പൊ കാലത്തിനനുസരിച്ച് കൊണ്ട് ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുക. അതിന് നീ ഇത് കാലത്തിനനുസരിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നടക്കേണ്ട കാര്യമൊക്കെ നടക്കും. അത് സിസ്റ്റമാറ്റിക് ആണെന്ന് ഭഗവാൻ അർജുനോട് പറയാ. നീ ഇപ്പൊ യുദ്ധം ചെയ്തില്ല എന്നോർത്തോണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് നീ വിചാരിക്കണ്ട. ഈ പറയുന്ന ഇരു സൈന്യത്തിലുള്ള യോദ്ധാക്കളൊക്കെ എന്നാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. നീ കേവലം നിമിത്തമാണെന്ന് ഇനി പറയാണ്. തസ്മാൽ ഉത്തിഷ്ഠ കൗന്ദയ യശോ ലഭസ്വ, തസ്മാൽ ത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ സത്രം ഭുഷ്വാ രാജ്യം സമർത്ഥം മയ്യൈവ്രേ നിഹിത പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചി. തസ്മാത്വം ഉത്തിഷ്ഠ, അതുകൊണ്ട് നീ എഴുന്നേൽക്കുക. ശത്രും ജിത്വാ യശ ലഭസ്വ, ശത്രുക്കളെ ജയിച്ച് കീർത്തി നേടിക്കൊള്ളൂ. കാരണം എന്താ? സമർത്ഥം രാജ്യം ഭുങ്ക്ഷ, ഐശ്വര്യപൂർണമായ രാജ്യത്തെ അനുഭവിച്ചുകൊള്ളൂ. മയാ ഏവം ഏതേ പൂർവം, എന്നാൽ തന്നെ ഇവരൊക്കെ മുമ്പേ, ഏവ നിഹിത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ
കൊല്ലപ്പെട്ടിരിക്കുന്നു. സവ്യസാചിൻ, ഇടത്ത് കൈകൊണ്ട് അസ്ത്രം പ്രയോഗിക്കാൻ കഴിയുന്നവനെയാണ് ഇവിടെ സവ്യസാചിൻ എന്ന് പറയുന്നത്. അതാരാത്? അർജുനൻ. ത്വം നിമിത്തമാത്രം ഭവ, നീ വെറും നിമിത്തമാത്രമായി ഭവിക്കുക. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യാതിരുന്നാലും അവരാരും ജീവിച്ചിരിക്കുകയില്ല എന്നതുകൊണ്ട് നീ എഴുന്നേൽക്കുക. നീയാണ് നിമിത്തം. ശത്രുക്കളെ ജയിച്ച് കീർത്തി നേടി ഐശ്വര്യപൂർണമായിരിക്കുന്ന രാജ്യത്തെ അനുഭവിച്ചു കൊള്ളുക. എന്നാൽ തന്നെ ഇവരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തന്നെ ഇവരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ലിസ്റ്റിൽ ഇവരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വീരനായിരിക്കുന്ന അർജുന, നീ വെറും നിമിത്തം മാത്രം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിമിത്തമാക്കും. ഈശ്വരൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് നീ വിചാരിക്കണ്ട. കാരണം ഈശ്വരൻ 10ാമത്തെ സൃഷ്ടിയിൽ ഒരു സിസ്റ്റം ഓരോരുത്തരുടെയും കാര്യം ബയോഡേറ്റ മുഴുവൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ നിമിഷവും ഓരോരുത്തരും എന്താണ് ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത്, എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് വരെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെയൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണം എന്നുള്ളത് എൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നർത്ഥം. ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ നിയോഗിച്ചത് അത് നിഷേധിക്കുന്നത് നല്ലത്, അത് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. നിഷേധിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ അത് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അത് ഭഗവാൻ ഇനി പറയുന്നുണ്ട് 18ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ. നമ്മൾ ഏതെങ്കിലും കാരണത്താൽ നമ്മൾ ഇത് ചെയ്യില്ല നിഷേധിച്ചാല് ഇന്നല്ലേ നാളെ അതിനുള്ള സ്വഭാവം ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് ചെയ്യും. ഇപ്പൊ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു നിങ്ങളുടെ സ്വഭാവം തന്നെയാ. ആ നിസ്സാര കാര്യം ഞാൻ പറയാം. ഇന്ന് 2 പേരെൻ്റെ ബന്ധുക്കൾ തന്നെ വന്നു. അവർക്ക് ടിഫൻ കഴിക്കണമെന്ന് ചോദിച്ചു. ടിഫൻ കഴിച്ചതാ, വേണ്ട പറഞ്ഞു. ആദ്യത്തെ വാക്കെന്താ? വേണ്ട. ഇനി അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയി തൊഴുതിട്ട് വന്നു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒന്നും സാധുവായിക്കോളൂ എന്ന് പറഞ്ഞു. ഒരെണ്ണം ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം നീ കഴിച്ചാൽ മതി, പിന്നെ നീ ഇതിൽ പാത്രത്തിലുള്ളത് മുഴുവൻ തീർക്കും ഞാൻ പറഞ്ഞു. നിന്റെ സ്വഭാവം കൊണ്ട് നീ ഇത് കഴിക്കും. ആദ്യം നിഷേധിച്ചു, അവസാനം ഒരെണ്ണം മതി എന്ന് പറഞ്ഞുകൊണ്ടെടുത്തു. പിന്നെ പാത്രം കാര്യമാക്കി. ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു. നിസ്സാര കാര്യങ്ങൾ പോലും ഒരു വിഷമവുമില്ല നമുക്ക് ഒരാളുടെ സ്വഭാവം കണ്ടുപിടിക്കാനൊന്നും. നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരുന്നാൽ മതി. സ്വഭാവസ്തു പ്രവർത്തനം, മനുഷ്യൻ്റെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ക്യാച്ച് ചെയ്യാൻ സാധിച്ചാൽ എല്ലാവരുടെയും മനസ്സറിയാൻ പറ്റും. ഈ ഒരു കൺസിക്വൻസീസ് അല്ലാതെ ഒരു സ്വഭാവം മറ്റൊന്ന് പുതിയതായിട്ടുണ്ടായിട്ടില്ല. യുഗകാലം, കൽപ്പാന്തകാലം തൊട്ട് മനുഷ്യ ജന്മത്തിൽ മനുഷ്യനുണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള വികാര വിചാരങ്ങളോ സ്വഭാവമോ യാതൊരു മാറ്റവും ഇല്ല. അതിൽ അപ്ഗ്രേഡേഷനും ഡീഗ്രേഡേഷനും ഒക്കെ ചിലർക്ക് ഉണ്ടാകുന്നു. മാത്രം മാറ്റങ്ങളുണ്ടാകും. പ്രകൃതി എൻ്റെ മാറ്റത്തിന് വിധേയമാണല്ലോ. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ ഭക്തിയുടെ ലെവലിൽ ഒരേ ലെവലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്തോ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നും കണ്ടുപിടിക്കാനൊന്നും ഒരു വിഷമമില്ല. നമ്മൾ കേവലം ചട്ടുകമാണ്. ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ഈശ്വരന്റെ പരിപാലന വ്യവസ്ഥയിൽ പങ്കാളിയായിക്കൊണ്ട് ധർമ്മത്തിന്റെ ക്ഷതം വരാതെ ഇരുന്ന് അതിനെ കാത്തു സംരക്ഷിക്കേണ്ട വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്റെ ധർമ്മമാണ്. അതിനാണ് ധർമ്മക്ഷേത്രമാകുന്ന ശരീരം നൽകിയിരിക്കുന്നത്. അഥവാ നമ്മൾ ഈ ധർമ്മത്തിന് ക്ഷതം വരുത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള വ്യവസ്ഥിതി ഭഗവാൻ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്താ വെച്ചേക്കണം.
അതാരായാലും വേണ്ടില്ല, ദുര്യോധനായാലും വേണ്ടില്ല, അർജുനായാലും വേണ്ടില്ല. നമ്മള് ധർമ്മക്ഷേത്രമാകുന്ന ശരീരം കൊണ്ടാണോ വന്ന് ജനിച്ചിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി ധർമ്മത്തിന് ക്ഷതം വരാതെ ഇരുത്തി കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. അതിനാ ധർമ്മക്ഷേത്രമാകുന്ന ശരീരം നൽകിയിരിക്കുന്നത്. ഞാനോ നിങ്ങളോ ധർമ്മത്തിന് ക്ഷതം വരുത്തുന്ന വിധത്തിൽ നമ്മുടെ സ്വഭാവം മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ തൽക്കാലം മാറ്റിയില്ലേലും വേണ്ടില്ല, നമ്മളൊക്കെ ആ ധർമ്മത്തിന്റെ പരിപാലകരാണ്. ഭഗവാൻ നമ്മളെ നിയോഗിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമ്മളൊക്കെ കേവലം നിമിത്തമാണ്. ശരീരത്തിന്റെ പോലും, നമ്മളെ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിന്റെ പോലും നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാ. ഇതിന്റെ ഉടമസ്ഥൻ ഭഗവാനാ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നീ കേവലം നിമിത്തമാണ്, ഞാൻ ചെയ്യേണ്ട കാര്യം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഉയർത്തെഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. നിന്റെ ഇപ്പോഴത്തെ കർമ്മം അത് തന്നെയാണ്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പട്ടാളത്തിൽ ഓർഡർ കിട്ടുന്ന പോലെ വെടിവെക്കാൻ പറഞ്ഞാൽ വെടിവെച്ചോളണം. അത് അവന് കൊള്ളൂല്ലയോ ഇതൊന്നും ചിന്തിക്കേണ്ട, നിന്റെ ഡ്യൂട്ടിയല്ല. ഓർഡർ കിട്ടിയ അപ്പ പ്രവർത്തിച്ചോളാം. അഥവാ നീ ആലോചിക്കാൻ പോയാലോ, നിന്നെ അവര് വെടിവെച്ചു കൊല്ലും. ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ആലോചിക്കാൻ പോയാൽ അപ്പം നിങ്ങൾക്ക് വെടികിട്ടും. അതുകൊണ്ടാണ് യുദ്ധനീതിയിൽ പഠിപ്പിക്കുന്നത്, ചെയ്യാൻ പറഞ്ഞ ഫയർ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ അപ്പ ഫയർ, കണ്ണും അടച്ച് ഫയർ ചെയ്തോളാം. എവിടെയെങ്കിലും പോയി കൊള്ളും, ആർക്കിട്ടെങ്കിലും കൊള്ളും. മനസ്സിലായില്ലേ? നമ്മൾ കേവലം നിമിത്തമാണ്. എവിടെ ഏത് കാര്യം നമ്മുടെ കേമത്വം കൊണ്ടൊന്നുമില്ല. ഞാനും കേവലം നിമിത്താ. ഗുരുവായൂരപ്പൻ ചില കാര്യങ്ങൾ എന്നെ ചെയ്യാൻ ഏൽപ്പിച്ചു, അത് ചെയ്യുന്നത് മാത്രം. അതിന് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാനും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിലൂടെ ഒറ്റയ്ക്കാ സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കണം, നിന്റെ കൂടെ ഞാനുണ്ടാകും. അത് അന്ന് മുതൽ ഇന്ന് വരെ പാലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരിക്കലും പരാജയം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, എന്തിനു പുറപ്പെട്ടാലും. ആരെങ്കിലും ഒരാൾ കേൾക്കാനുണ്ടായിരുന്നു മതി, അല്ലാതെ എല്ലാവരും കേൾപ്പിച്ചിട്ട് നന്നാക്കാമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? കലിയുഗാണ്. ഇവിടെ കിടക്കുന്ന കസേരയൊക്കെ കാലിയാ. കാലി കസേരയുടെ ഒരു മഹാഭാഗ്യം. കാരണം ഈ കസേരകളൊക്കെ അടുത്ത ജന്മത്തിൽ ഈ കസേരയിൽ ഇരിക്കാൻ പാകത്തിന് ജന്മം എടുത്തു വന്നോളും. നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ഈ പ്രകൃതിയിൽ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഈശ്വരന്റെ സൃഷ്ടിയിൽ തന്നെ പെട്ട വസ്തുക്കളെ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു മണൽത്തരി പോലും അതായിട്ട് നിൽക്കുന്നുണ്ട് ക്ഷേത്ര സംയോഗത്തിലൂടെയാണ്. അല്ലാതെ വെറുതെ കസേര ഉണ്ടാവോ? ആരാ ഉണ്ടാക്കിയത്? അത് നിമിത്ത. അതേ കസേരയുടെ മുകളിലിട്ട് കാല് പൊട്ടിയിട്ട് വീണാലും അതും നിമിത്തം അല്ലേ? വീണിട്ട് പരിക്ക് വെക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഈ കസേരയാണോ അതിന് നിമിത്തം? മനസ്സിലായില്ലേ? അപ്പൊ എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും വേസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളാണ് വേസ്റ്റിന്റെ കൂമ്പാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈശ്വരൻ ഒരിക്കലും വേസ്റ്റായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല എന്ന് മാത്രമല്ല, അതെല്ലാം പരസ്പരം ഭാവയന്തകാന്ന. ഒരിക്കലും അല്ലെങ്കിൽ മറ്റൊരിക്കൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ള വസ്തു ഉപേക്ഷിച്ചാലും അത് പിന്നീട് ആവശ്യമായി വരും. നമ്മുടെ ശരീരം ചീഞ്ഞ് നാഴിയാൽ വാഴയ്ക്ക് വളാണ്. ഇനി അഥവാ അത് കത്തിച്ചു കളഞ്ഞ 50 ഗ്രാം ആ ചാരം കൊണ്ടിട്ടാലും ചെടി വളരും അല്ലേ? അതുകൊണ്ട് ശരീരം ദഹിപ്പിച്ച ഭൂമി കൃഷിഭൂമിയാക്കാ ചെയ്യാം സാധാരണ. അതിൽ നവധാന്യങ്ങളും വാഴയും കൊണ്ടുവച്ചിട്ടാ ആ ഭൂമി ശുദ്ധാക്കുന്നത്. അല്ലാതെ അവിടെ പ്രേതത്തെ ജനിപ്പിക്കൊന്നുമില്ല രണ്ടാമത്. അങ്ങനെ ഒരു സിസ്റ്റം ഭഗവാന്റെ കയ്യിലില്ല. അപ്പൊ ഈ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതെല്ലാം ഒരു നിമിത്തമാണ്. അതിന് ആരെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും കൈകൾ അതിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് വെച്ചിട്ട് അതിന്റെ യഥാർത്ഥ കാരകൻ ഈശ്വരനാണ്. കാരണം കർത്ത എന്നാ സഹസ്രനാമത്തിൽ പറയുന്നത്. ഭഗവാൻ ആരാന്ന് ചോദിക്കുമ്പോ ഈ 3 ശ്ലോകത്തിലൂടെ പറയുന്നത് വ്യക്തമാക്കി തരാ ഞാൻ. നമുക്ക് കേമത്തിന് പറയാം ഈ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടത് ഞാനാന്ന്.
അല്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് അവകാശം പറയാം. അഹങ്കാരം, ബലം, ദർപ്പം, അതിൽ അഹങ്കരിക്കാം എന്ന് വെച്ചിട്ട് അതിൻ്റെ ഫലം ഇല്ലാതെ വരുന്ന പ്രശ്നമില്ല. ഞാൻ എഴുന്നേറ്റ് ഞാനാണ് ഈ സ്വിച്ച് ഇട്ടത്, അതുകൊണ്ട് എൻ്റെ അവകാശമെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പ്രകാശത്തെ തടയാനുള്ള ശക്തി എനിക്കില്ല. ഇതിൻ്റെ ചുവട്ടിൽ ആര് വന്നാലും ഇതിൻ്റെ പ്രകാശം അനുഭവിക്കാം. അപ്പൊ ആരെങ്കിലും ഒരാൾ നിമിത്തമായിക്കൊണ്ട് ഒരു കാര്യം ധർമ്മത്തിന് ക്ഷതം വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ സന്ധി സംഭാഷണത്തിന് പോയി എന്നൊക്കെ പറഞ്ഞ വെറുതെ പറഞ്ഞതാ. ഭഗവാൻ യുദ്ധം തീരുമാനിക്കാൻ പോയതാ. ഈ യുദ്ധം നടന്നേ പറ്റൂ. ദ്വാപരയുഗത്തിന്റെ അന്ത്യം കുറിക്കണമെങ്കിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം. ഒരു യുഗത്തിൽ നിന്നും മറ്റൊരു യുഗത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യുഗത്തിലെ സ്ഥിതി എന്തായിരുന്നോ, തുടക്കത്തിൽ എന്തായിരുന്നോ ആ സ്ഥിതി എൻഡിലും പുനഃസ്ഥാപിക്കും. ഇത് കാലത്തിന്റെ നിയമമാണ്. അതിനാര് നിമിത്തമായാലും, ദുര്യോധനായാലും വേണ്ടില്ല, ധർമ്മപുത്രരായാലും വേണ്ടില്ല, ശകുനി ആയാലും വേണ്ടില്ല, ഭീഷ്മരായാലും വേണ്ടില്ല, ആരായാലും നിമിത്തമാകുന്നു ഭഗവാന്റെ ഒന്നും വിഷയമല്ല. കാരണം ഭഗവാൻ ഒരു കാര്യം സിസ്റ്റം ഫീഡ് ചെയ്ത് വെച്ചിരിക്കാൻ നടക്കണം, അത് നടന്നിരിക്കും. അത് കാലപരിധിക്കുള്ളൂ. അതിനാരെങ്കിലുമൊക്കെ നിമിത്തമായി എന്നിരിക്കും. ഭഗവാൻ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്ന അർത്ഥം. ഒരാൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം നടക്കില്ല, ഞാനിവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊക്കെ നമ്മുടെ മിഥ്യാധാരണയാണ്. ഞാനിപ്പോ ഇത് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചെയ്യും. പക്ഷെ എന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ നിമിത്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യസമയത്ത് ഇത് വന്ന് ചെയ്തിരിക്കും. അവിടെയാണ് ഈശ്വരന്റെ ദൃഢനിശ്ചയം. അത് നടപ്പാക്കാൻ ഞാൻ നിമിത്തമാകും മാത്രം, അത്രേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇന്നിത് പറയണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മളെല്ലാം കേവലം ഈശ്വരന്റെ ചട്ടുകമാണെന്നർത്ഥം. അതാ നിമിത്തം മാത്രം എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മുടെ കേമത്തേക്ക് നമ്മൾ ശരീരത്തിന്റെ പോലും സൂക്ഷിപ്പുകാരാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നതാ. അത് ധർമ്മത്തിന് അനുസരിച്ചുകൊണ്ട് ക്ഷതം വരാതെ കാത്തു സംരക്ഷിക്കണമെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇല്ലേ? ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തോടുകൂടി കുരുക്ഷേത്രമാകുന്ന ഭൂമിയിൽ ജീവിക്കാൻ ഉത്സാഹത്തോടുകൂടി വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ധർമ്മത്തിന് ക്ഷതം വരാതെ ഇതുവരെ എന്ത് ചെയ്തു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നിയോഗം പോലും ധർമ്മത്തിന് ക്ഷതം വരാതെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാ. അതാണ് നമ്മുടെയൊക്കെ ഡ്യൂട്ടി. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്റെ ഡ്യൂട്ടി അതാ. അതിനാണ് ധർമ്മക്ഷേത്രം തന്നെ. ആ ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചില്ലെന്ന് വെച്ചുകൊണ്ട് ധർമ്മം വ്യതിചലിക്കൊന്നുമില്ല. അതിന് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇന്നലെ നാളെ നമ്മളെ കൊണ്ട് ഈ ധർമ്മ വ്യവസ്ഥിതി പാലിക്കുന്നവനാക്കി മാറ്റും. അതുകൊണ്ടാ പറഞ്ഞ അർജുന, നീയും വിചാരിക്കണ്ട, നീ ഇപ്പൊ ചെയ്തില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കാതിരിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ നിന്നെ ഇപ്പൊ നിയോഗിച്ചിരിക്കുന്നത് ഈ ഡ്യൂട്ടി ചെയ്യാനാ. അതുകൊണ്ട് ഉയർത്തെഴുന്നേ, തസ്മാൽ ഉത്തിഷ്ഠ കൗന്ദേയ, അതുകൊണ്ട് നീ ഉയർത്തെഴുന്നേൽക്കൂ. എന്നിട്ട് ഈ സൃഷ്ടിയിലുള്ള ഭോഗസുഖങ്ങളൊന്നും ഉപേക്ഷിക്കാനല്ല ഭഗവാൻ പറഞ്ഞത്. അത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിച്ചുകൊള്ളൂ, അനുഭവിച്ചുകൊള്ളൂ. അതിന് വിഘാതം നൽകുന്നവരെ നീ ഇല്ലാതെയാക്കുള്ളൂ. അത് ധർമ്മത്തിനനുസരിച്ച് ഉപയോഗിക്കാവുള്ളൂ. നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തിന് ക്ഷതം വരുന്നുണ്ടോ ഇല്ലയോ, സത്യസന്ധമാണോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇച്ഛിക്കുന്ന കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലും പ്രവർത്തിക്കുമ്പം അതുകൊണ്ട് മറ്റൊരാൾ വേദനിക്കാനോ മറ്റുള്ളവരുടെ അവകാശത്തിൽ കൈയിട്ടിട്ട്, അർഹതയിൽ കൈയിട്ടിട്ട് വാരിയിട്ട് നമ്മളോട് ഇഷ്ടത്തിന് അനുഭവിക്കാനല്ല പറഞ്ഞേക്കണം. അവിടെയും ധർമ്മത്തിന്റെ വ്യവസ്ഥിതി നമ്മൾ പാലിക്കണം. നമുക്ക് അർഹതയുള്ളത് ആർക്കും കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാലോ അവിടെ ധർമ്മത്തിന് ക്ഷതം വരും. അത് അധർമ്മമായി ഭവിക്കും. അധർമ്മം അതിക്രമിക്കാൻ കാരണം എന്താ? കുലധർമ്മം പാലിക്കാതിരിക്കുക, മനുഷ്യകുലധർമ്മം പാലിക്കാതിരിക്കുക.
ബാക്കി ധർമ്മവ്യവസ്ഥയൊന്നും പാലിക്കപ്പെടുന്നില്ല. കലിയുഗമായതുകൊണ്ട് ബ്രാഹ്മണന്റെ ധർമ്മം പാലിക്കുന്നില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വ്യവസ്ഥയൊക്കെ തെറ്റിയിട്ടാ നടക്കണേ. അമ്പലത്തിലെ പുരോഹിതന്മാർ പോലും ശാസ്ത്രവിധി പ്രകാരം ധർമ്മത്തെ പരിപാലിക്കുന്നില്ല. അവരാണ് ദൈവത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് അത് പരിപാലിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ചെയ്യേണ്ടവ ആ ഡ്യൂട്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പോലും അവര് യഥാർത്ഥത്തിൽ പാലിക്കപ്പെടുന്നില്ല. അത് കാലത്തിന്റെ മാറ്റമാണ്, കലിയുഗമാണ്. 75% ഇതൊക്കെ നടക്കൂ. എത്ര ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ശുദ്ധിയുടെ മൂടുപടം മറിഞ്ഞ് അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക സകലത. അപ്പൊ അതൊക്കെ കലിയുഗത്തിന്റെ എഫക്റ്റ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും ഇന്നത്തെ കാലത്ത്. അതൊന്നും നമ്മൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും നമ്മൾ കൂടുതൽ പ്രശ്നത്തിൽപ്പെടുന്നല്ലാതെ നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കൃത്യങ്ങളെ ഭഗവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് കൃത്യമായിട്ട് ചെയ്യുക. സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം ചെയ്താൽ അതിൽ നിന്ന് ശ്രേയസ് നേടാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ സ്വഭാവം അനുസരിച്ചെന്ന് പറഞ്ഞാൽ അത് കുലധർമ്മമായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ കുലത്തിൽ പെട്ടിട്ടുള്ള ധർമ്മം നമ്മുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വഭാവം അനുവദിക്കാത്ത അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പൊ കാരണന്മാരൊക്കെ പൂജാരിമാരോ ഇല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു, യുദ്ധവീരന്മായിരുന്നു, ക്ഷത്രിയനായിരുന്നു ഇതൊക്കെ പറഞ്ഞാലും പിന്നെ വരുന്ന തലമുറ അതേ റൂട്ടിൽ പോകാറില്ല സാധാരണ. വേറെന്തെങ്കിലും കർമ്മത്തിലായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ അവരവരുടെ സ്വഭാവം അവിടെയാണ് പ്രകടമാക്കുക. അപ്പോൾ ആ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം ചെയ്യണം. പക്ഷേ അത് കേവലം നിമിത്തമായിരിക്കണം എന്നർത്ഥം. ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥനാരാ? ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ തന്നെ അപരാശക്തി കൊണ്ടാണ് ശരീരം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അതിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തേക്കണേന്ന് പറഞ്ഞിട്ടില്ല. അതിൽ പരാശക്തിയായിട്ട് ജീവനും ചേർത്ത് വെച്ചിരിക്കുന്ന ഭഗവാന്. അപ്പം ഈ ശരീരത്തിന് ധർമ്മത്തിന് ക്ഷതം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ധർമ്മത്തിൻ്റെ ആ മൂർത്തിയായിരിക്കുന്ന ശക്തി നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. അതിൽ ഭൂമിരാപവാനലോ വായു ഖമ്മനോ ബുദ്ധിരേജവ 8 കൂട്ടം ചേർത്തിട്ട് ശരീരത്തെയും ജീവനെയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ചേർത്ത് വെച്ചത് നമുക്ക് തോന്നിവാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, തോന്നിവാസം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഈശ്വരൻ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തി ചെയ്യുകയാണ് ശ്രേയസ്കരം. അതാണ് അർജുനനോട് പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന ഈ അസുരന്മാരെയൊക്കെ എൻ്റെ ദൃഷ്ടിയിൽ പേര് വെട്ടിക്കഴിഞ്ഞു. നീ നിമിത്തമായിക്കൊണ്ട് ഇവരുടെ ഫിസിക്കൽ ബോഡിയെ ഇല്ലാതാക്കിയാൽ മതി. ഫിസിക്കൽ ബോഡിയെ അവിടെ നശിക്കുള്ളൂ, അവരുടെ ആത്മാവിനൊന്നും സംഭവിക്കില്ല എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപകർണായി ചൈനം ക്ലേതയന്ത്യാപോനോ ശോഷിയതി ഭാരത. ആർക്കും നിന്റെ അസ്ത്രം കൊണ്ടോ 1000കണക്കിന് അസ്ത്രങ്ങൾ വിട്ടാലോ ഒരു ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഈ ശരീരമാണ് നിനക്ക് ഹത്യ ചെയ്യേണ്ടത്. അതെന്നാൽ എൻ്റെ ലിസ്റ്റിൽ അവര് പേര് വെട്ടിക്കഴിഞ്ഞു. ഇനി നീ ആ ഫിസിക്കൽ ബോഡിയെ ഇല്ലാതാക്കണം, നിന്റെ ഡ്യൂട്ടിയാണ് ഇത്. അഥവാ നീ ചെയ്യില്ല എന്ന് പറഞ്ഞാലും ഇത് ഞാൻ നിശ്ചയിച്ചതാണ്, ഇത് നടന്നിരിക്കും. അത് കാലത്തിനനുസരിച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല പരിഹാരം എന്താ? ഞാൻ പറയുന്ന കേട്ടോളൂ. തസ്മാൽ ഉത്തിഷ്ഠ കൗന്ദേയ ജിത്വാ ശത്രും ഭുങ്ക്ഷ്വ. നീ ശത്രുക്കളെ ജയിച്ചു, ഈ ഭോഗസുഖങ്ങളെ അനുഭവിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്, മറ്റവർക്ക് അനുഭവിക്കാൻ യോഗമില്ല. അതുകൊണ്ട് ഈ ശത്രുക്കളെ ഇല്ലാതെയാക്കിയിട്ട് നീ ഈ ഭോഗസുഖങ്ങളെ അനുഭവിച്ചുകൊള്ളൂ. നമുക്ക് ഈ പ്രകൃതി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഭോഗസുഖങ്ങളൊന്നും അനുഭവിക്കേണ്ട, അതിനെ ഉപേക്ഷിക്കണമെന്ന് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിച്ചോളൂ, അതിനെ ആസ്വദിച്ചോളൂ, അനുഭവിച്ചുകൊള്ളൂ. അതനുഭവിക്കാൻ കൂടുതൽ സുഖം കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഭഗവാൻ ഉപായവും പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടഭോഗം എന്ത് കിട്ടിയാലും എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചേക്കരുത്.
എടുത്തു വച്ചാൽ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ കള്ളന്മാരാകും, പിന്നെ അധർമ്മിയായിട്ട് മാറും, പിന്നെ ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നശിപ്പിക്കും, നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിച്ചോളൂ, അത് അമൃത തുല്യമാകും, നിങ്ങൾ ചിരഞ്ജീവിയായി ഭവിക്കും. മരണത്തിൽ നിന്ന് മരണമില്ലാത്തവനായി ഭവിക്കണമെങ്കിൽ ഈശ്വരൻ പറഞ്ഞ അനുസരിച്ചുകൊള്ളൂ, അത് ഏത് കാലത്തായും അനുസരിച്ചുകൊള്ളൂ. എന്നായാലും എന്തായാലും അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ അനുസരിച്ചുകൊള്ളൂ. തസ്മാലുത്തിഷ്ഠ കൗന്ദേയ. ഇന്നല്ലേ നാളെ ഞാൻ പറയണ നീ കേൾക്കേണ്ടി വരും. ഈ ദ്വാപരയുഗത്തിൽ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടിയാലും ഇനി യുഗം വരും, വീണ്ടും ദ്വാപരയുഗം വരും, ഈ യുദ്ധം വീണ്ടും നടക്കും. അപ്പോഴും നീ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ഈശ്വരന് അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം ഒരു സമയത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാലേ ആ അറ്റ്മോസ്ഫിയർ വീണ്ടും ക്രിയേറ്റ് ആക്കിയിട്ട് നമ്മളെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കും. അന്ന് നമ്മളത് അതേ അറ്റ്മോസ്ഫിയറിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ അതേപോലെ ക്രിയേറ്റ് ആയിക്കൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയും. ചിലപ്പോൾ ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു മാത്രം. പഴയതൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് അന്നത്തെ അറ്റ്മോസ്ഫിയർ ആണെന്നോ ഇന്നത്തെ അറ്റ്മോസ്ഫിയർ ആണെന്നോ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് കാണുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വീരനായ അർജുന, നീ വെറും നിമിത്തം മാത്രമായിട്ട് ഭവിക്കുക. ഞാനാണ് ഇതിൻ്റെയൊക്കെ അധികാരി, ഞാനാണ് ചെയ്യിപ്പിക്കുന്നത്, നീ കേവലം ചട്ടുകമായിട്ട് പ്രവർത്തിച്ചാൽ മതി എന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ചാകർണം തഥാന്യാവിയോധ വീര്യാൻ മയാഹതസ്വം ജിഹ്മാവിദിഷ്ട്വാ യുദ്ധസി ജേതാസി രടയസമഗ്നൻ. ഒരു സംശയവും കൂടെ തീർത്തു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. മയാ ഹതാൻ ദ്രോണം ച, എന്നാൽ ഹനിക്കപ്പെട്ടിരിക്കുന്ന ദ്രോണരെയും ഭീഷ്മരെയും, ഭീഷ്മം ച ജയദ്രം ച കർണം ച, ഭീഷ്മരെയും ജയദ്രഥനെയും കർണനെയും, തഥാ അന്യാൻ യോധവീര്യാൻ, അപ്രകാരം തന്നെ മറ്റു യോധവീരന്മാരെയും, ത്വം ജിഹി, നീ കൊന്നുകൊള്ളുക, മാം വ്യധിഷ്ട്വ യുദ്ധസ്വ, വ്യസനിക്കേണ്ട, യുദ്ധം ചെയ്യുക, രണ്ണേ സമഗ്നാൻ ചേതാസി, യുദ്ധത്തിൽ നീ ശത്രുക്കളെ ജയിക്കുക തന്നെ ചെയ്യും. ഈ യുദ്ധം നടന്നാൽ ആര് ജയിക്കും എന്നൊരു സംശയം അർജുനുണ്ടായി. ആ സംശയം ഇവിടെ തീർത്തു കൊടുക്കുകയാണ്. ഈ യുദ്ധം നടന്നാൽ നീയെ ജയിക്കൂ. കാരണം ഈ കർണനും ഭീഷ്മരും ഒക്കെ ആണല്ലോ ഇവരുടെ ജേതാക്കള്, വലിയ എന്താ പറഞ്ഞേ തലമൂത്ത നേതാക്കന്മാരായിട്ട് നിൽക്കുന്നത്. ഇവരെന്നാ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അർജുന, നീ ഭയപ്പെടേണ്ട, നീയെ ജയിക്കൂ ധർമ്മയുദ്ധത്തില്. അതുകൊണ്ടാൽ എന്നാൽ വധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭീഷ്മരെ, ജയദ്രഥൻ, കർണൻ എന്നുള്ള വീരശൂര പരാക്രമികളും മറ്റു വീരന്മാരെയും നീ കൊന്നാലും വ്യസനിക്കേണ്ട, യുദ്ധം ചെയ്യുക, യുദ്ധത്തിൽ നീ ശത്രുക്കളെ ജയിക്കും, സംശയം വേണ്ട. ആരാണ് ജയിക്കുക എന്നൊരു സംശയം, ഒന്നെങ്കിൽ അവർ ജയിക്കില്ലേ ഞങ്ങൾ ജയിക്കും എന്നൊരു സംശയം വന്നു. ഈ ആര് ജയിച്ചാലാണ് കൂടുതൽ ശ്രേയസ് ഉണ്ടാകുക എന്ന് എനിക്കറിയില്ല എന്നും അർജുനൻ പറഞ്ഞു. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ ഈ 3 ശ്ലോകത്തിൽ കൃത്യമായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുക. അതേപോലെ പറയണം. വെറുതെ ആ ഭഗവാന്റെ വാക്കുകളല്ല ഇത്, വെറും വാക്കുകളല്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നീ ഈ യുദ്ധവീരന്മാരെയും നീ കൊന്നാലും വ്യസനിക്കേണ്ട. അപ്പൊ പലർക്കും ചോദിക്കാം, ഈ ഹിംസ ചെയ്യുന്നത് പാപമാണെന്ന് അഷ്ടാംഗ നിയമത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഹിംസ ചെയ്യാൻ ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ട്? അവരെയൊക്കെ കൊന്നോളാൻ പറയും അല്ലേ? എന്താ ഇതിനൊരു ന്യായീകരണം? ഇന്നിപ്പം നമ്മൾ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് അല്ലേ? ഒന്നുകിൽ ജീവപര്യന്തം കിട്ടും, ഇല്ലേ തൂക്കിക്കൊല്ലും. ഇനി കടും കുറ്റവാളി ആണെങ്കിൽ പോലും അത് കോടതിക്ക് വേണേ തീരുമാനിച്ചിട്ട് തൂക്കിക്കൊല്ലാം. അപ്പൊ അത് ഹിംസയല്ലേ? അത് ഹിംസയല്ലേ? ഒരാളുടെ സമ്മതമില്ലാതെ ഒരാളെ കൊല്ലുന്നത് അത് ഹിംസയാണ്. അത് വേദനിപ്പിച്ച് കൊല്ലുന്ന.
അപ്പൊ പിന്നെ ഭഗവാൻ ഈ പറയുന്നു, എങ്ങനെയായാലും ഉണ്ടല്ലോ ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളുക, ആരാണോ അധർമ്മം ചെയ്യുന്നത് അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അവിടെയും ഹിംസ സംഭവിക്കും. അത് ചിലപ്പോൾ പ്രകൃതിയെ കൊണ്ടായിരിക്കും ചെയ്യിക്കുക, ചിലപ്പോൾ കാറ്റടിച്ചിട്ടായിരിക്കും, അഗ്നി കൊണ്ടായിരിക്കാം, പേമാരി കൊണ്ടായി, വെള്ളത്താലായിരിക്കാം. ഏത് തരത്തിലാണെന്നൊന്നും പ്രീ കണ്ടീഷൻ പറയാൻ പറ്റില്ല. അകത്തായിരിക്കാം, പുറത്തായിരിക്കാം, അത് മൃഗമായിരിക്കാം, മനുഷ്യനായിരിക്കാം. ആയുധം ഉപയോഗിക്കാം, ആയുധം ഉപയോഗിക്കാതെ ചിലർ മരിക്കും, ഇല്ലേ? ഇത് കാലത്തിന്റെ അനുസരിച്ചുള്ള യുദ്ധമാണ് നടക്കുന്നത്. അന്ന് മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്നത് നിസ്സാര, അല്ലേ? ഈ രാജാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരു പ്രജ ചെന്നിട്ട് പറഞ്ഞാൽ രാജാവ് തന്നെ എഴുന്നേറ്റ് വന്നിട്ട് തൻ്റെ കുറെ കിടക്കുന്ന വാളെടുത്തിട്ട് ഒരൊറ്റ കാച്ചൽ കാച്ചും, അല്ലേ? അന്ന് നേരിട്ടാ ചെയ്യല്. അന്ന് ഡയറക്റ്റ് കൊന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കൊല്ലുക. ഹിംസ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്, ഇല്ലേ? എത്ര നിയമം ഉണ്ടാക്കി വെച്ചാൽ യഥാർത്ഥ ഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാളെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ വേദനിപ്പിക്കുന്ന പോലും ഹിംസയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അത് പാപമല്ലാതെ വരുന്നത്? ഒരു അധർമ്മിയായ മനുഷ്യനെ ഇവിടെ ഭഗവാൻ പറയുകയാണ്, നീ പോയി കൊല്ല് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ ഇടയ്ക്ക് മീഡിയേറ്റർ ആയി വരുന്നേ ഉള്ളൂ. അവിടെ ഭഗവാൻ അവരെയൊക്കെ പണ്ടേ ഹനിച്ചു കഴിഞ്ഞു, അധർമ്മികൾ. ഭഗവാന്റെ ഒരു പോളിസി ഉണ്ട്, അത് സുപ്രീം കോടതിക്ക് മുകളിലാണ്. നമ്മളുണ്ടാക്കി വെച്ചേക്കണ സുപ്രീം കോടതി എത്ര പെർഫെക്റ്റാന്ന് നമ്മൾ വിചാരിക്കണേ? നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം നമ്മൾ തന്നെ തെറ്റിക്കാൻ മെടുക്കന്മാരാ, അല്ലേ? ഭഗവാന്റെ നിയമത്തെ ഒരു അമെൻമെന്റ്സും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പം നിയമം മാറ്റി എഴുതാനൊന്നും പറ്റില്ല. അപ്പൊ ഏറ്റവും വലിയ സുപ്രീം കോടതിയാണ് ഭഗവാൻ. ആ ഭഗവാൻ പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ് ധർമ്മം. അതിൽ അധർമ്മത്തെ പറ്റി, ഹിംസ അഹിംസ പറ്റി ചിന്തിക്കാൻ നമ്മളോട് ആരാ പറഞ്ഞത്? ഇത് നമ്മുടെ ഭാവം. കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയണത് എന്താണ്? അത് ചെയ്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രാധാന്യം. ഈ പോളിസി ഞാൻ നടപ്പാക്കാറുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കടിച്ചാൽ കൊതുകിനോട് ഞാൻ പറയും, നിന്നെ ഞാൻ കൊല്ലും. ജപിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രത്യേകിച്ച് അതിന് മോശം കിട്ടും. അല്ലെങ്കിൽ തന്നെ ഒരു കൊതുകിന്റെ ആയുസ് 7 ദിവസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മുഖേന ഇവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊതുക് കടിച്ച് അവന് മരണം കിട്ടിയാൽ അതിനാ കൊതുകിന്റെ ജന്മത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക് പോകും. ജീവനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. ജീവനെ ഹനിക്കാൻ സാധ്യമോ? എന്ത് ചെയ്താലും. ഇപ്പൊ അർജുനനോട് ഇവരോടൊക്കെ കൊല്ലാൻ പറഞ്ഞാൽ ഇവരെ കൊല്ലുന്നുണ്ടോ? ഇടയ്ക്ക് കൊല്ലാനേ സാധ്യമല്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈചൈനം ക്ലേദയന്ത്യാപനോ ശോഷയതി മാരുത. അതിപ്പോ ഒരാൾ ഒരു കൊല ചെയ്താലും കോടതിക്ക് ആ കൊല ചെയ്ത ആളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യാം, വേണേ തൂക്കിലേറ്റാം. ഈ തൂക്കിലേറ്റുന്ന കോടതിക്കോ ഇല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ജീവനെ കൊല്ലാൻ ഈ കൊലയാളിക്കോ സാധിച്ചിട്ടില്ല. ഈ കൊല ചെയ്തയാളെ തൂക്കിലേറ്റുമ്പം ആ കൊലയാളിയുടെ ജീവനെയും കൊല്ലാൻ സാധ്യത. നമ്മുടെ ഹിംസ അഹിംസ വ്യാഖ്യാനം കൊണ്ടുവരുന്നത് ഈ ശരീര സംബന്ധം. അത് ജീവനെ സംബന്ധിച്ച് നാ ഹിംസ, ഹിംസയും നടക്കില്ല, അഹിംസയും നടക്കില്ല. അപ്പൊ ഈ വേഷം കെട്ടി വന്നിരിക്കുന്ന ഭീഷ്മര, ദ്രോണര്, ജയദ്രഥൻ, കർണൻ, അന്യയോധ വീരൻ, ഈ അധർമ്മികളായിട്ടുള്ള യുദ്ധവീരന്മാരെയൊക്കെ എൻ്റെ ലിസ്റ്റിൽ ഞാൻ കൊന്നു കഴിഞ്ഞു. കേവലം നിമിത്തമായിക്കൊണ്ട് നീ നിന്റെ ഡ്യൂട്ടി ചെയ്തുകൊള്ളൂ. അതുകൊണ്ട് നിനക്ക് നീ ദോഷം സംഭവിക്കില്ല എന്ന് മാത്രമല്ല, നീ ശത്രുവിനെ ജയിച്ച് ഒരു രാജ്യത്തെ ഭോഗസുഖങ്ങൾ അനുഭവിച്ചുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ 3 ശ്ലോകങ്ങളിലൂടെ ഈശ്വരൻ ആരാന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തി.
നമുക്ക് വല്ലതും മനസ്സിലാവും ഈശ്വരൻ ആരാന്ന്? നമ്മുടെ ഉള്ളിൽ ജീവൻ ആണ് ഈശ്വരൻ. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈവൻ തന്നിഷ്ടത്തിനായാലും ഇന്ന് കേവലം നിമിത്തം മാത്രമാണ്. നന്മ ചെയ്താൽ നന്മ അനുഭവിക്കും, തിന്മ ചെയ്താൽ തിന്മയും അനുഭവിക്കുന്ന ഈ ശരീര ജീവനെ സംബന്ധിച്ച് ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിൽ നിൽക്കും. അപ്പോൾ യുദ്ധം ജയിപ്പിക്കുന്നു. ഭഗവാൻ ആയുധം എടുക്കാതെ ഈ യുദ്ധക്കളത്തിൽ എല്ലാ യോദ്ധാക്കളോടും ഒപ്പം തന്നെ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ചെയ്യാൻ എളുപ്പാ, ചെയ്യിപ്പിക്കാൻ വലിയ പാടാ. ഭഗവാന് സാന്നിധ്യം മാത്രം കൊണ്ട് ഇതിനെയൊക്കെ ഇല്ലാതാക്കായിരുന്നു. എന്നിട്ടും ഈ അർജുനെ പറഞ്ഞ ആദ്യം ഒക്കെ തയ്യാറാക്കി പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യിപ്പിക്കാൻ പുറപ്പെടുകയാണ് ഭഗവാൻ. എത്ര നേരമായി ഉപദേശം നടക്കണു അല്ലേ? ഓരോ പ്രാവശ്യം പറഞ്ഞ് ഉത്തിഷ്ഠ 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 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഉത്തിഷ്ഠരാവണ്ടേ? നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപദേശം കൊടുത്താലും ചിലപ്പോൾ മക്കളെ നേരെയാക്കാൻ പറ്റില്ല. ഇതിപ്പോ 18 നിമിഷം കൊണ്ടാ അർജുനൻ എഴുന്നേറ്റ് യുദ്ധം ചെയ്യണം. 10ാമത്തെ ദിവസം ഈ ഭഗവാൻ പറഞ്ഞ കാര്യം സംഭവിച്ചു. 10ാമത്തെ ദിവസം ഭീഷ്മരെ വീഴ്ത്തി. ഭഗവാൻ പറഞ്ഞതേ നടക്കൂ. അതിന് പേടിച്ചിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ദൃഷ്ടിയിൽ ഭീഷ്മരും ദ്രോണരും ഈ ജയദ്രഥനും കർണനും ഒക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഈ കേവലം നിമിത്തമാണെന്ന് പറഞ്ഞു. എന്തിനാ? ഒരു ഇൻസ്പിറേഷന് വേണ്ടി പറഞ്ഞതാ. പക്ഷേ അർജുനൻ ഉയർത്തെഴുന്നേക്കാൻ കുറച്ച് താമസം വന്നേ ഉള്ളൂ. പക്ഷെ 18 മിനിറ്റിനകം എഴുന്നേറ്റ് നഷ്ടോ മോഹ സ്മൃതില്ലത്താത്തൽ പ്രസാദാത്മയ അച്യുത എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റു. അങ്ങ് പറയുന്നത് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുള്ളൂ. എനിക്കുണ്ടായിരുന്ന ആ നഷ്ടപ്പെട്ട മോഹവും വലയങ്ങളും ഇല്ലേ ആത്മബോധവും എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അങ്ങയുടെ ഉപദേശത്താൽ. അങ്ങേ തൽപ്രസാദാത്മ പറഞ്ഞാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്മൃതിയിലെത്താന്ന് പറഞ്ഞാൽ മറന്നുപോയത് ഓർമ്മ കിട്ടിയെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇല്ലാത്തത് അങ്ങ് പറഞ്ഞതൊന്നല്ല പറഞ്ഞത്. സ്മൃതിയിലെത്താന്നാ പറഞ്ഞ്. എനിക്ക് മറഞ്ഞു പോയത്, ഓർമ്മ നഷ്ടപ്പെട്ടിരുന്ന ആത്മതത്വത്തെ അങ്ങ് പറഞ്ഞു തന്നപ്പം എനിക്ക് സ്മൃതി കിട്ടി എന്നാണ് പറഞ്ഞത്. ഞാനും നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഈ ആത്മതത്വത്തെ ഓർപ്പിക്കാൻ വന്നതാണ്. അല്ലാതെ പ്രത്യേകമായിട്ടൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് പറയുന്നില്ല എന്നർത്ഥം. നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്നത് അതൊന്ന് സ്മൃതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഭഗവാന്റെ ചൈതന്യമാണ് ജീവചൈതന്യമായിട്ടിരിക്കുന്നത്. അത് നമ്മുടെ സ്വഭാവം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ മറയെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കേവലം നിമിത്തമാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ മറവിയുടെ കവചം മാറും. ഇനി ആ മറവിയിൽ നിന്ന് ഓർമ്മയിലേക്ക് വരുന്ന അർജുനൻ പറയുന്നത് കേട്ടോളൂ. ഇനി എന്താ പറയണെന്നുള്ളത്. എന്നാൽ വധിക്കപ്പെട്ടവരായിരിക്കുന്ന ദ്രോണർ, ഭീഷ്മർ, ജയദ്രഥൻ, കർണൻ എന്നിവരെയും മറ്റുള്ള യുദ്ധവീരന്മാരെയും നീ കൊന്നാലും സംശയിക്കേണ്ട. വ്യസനിക്കാതെ യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ നീ ശത്രുക്കളെ ജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഭഗവാൻ പറയുന്ന കേട്ട് നടന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയമേ ഉണ്ടാകും. അത് നിഷേധിച്ചാലോ പിന്നെ പരാജയമേ ഉണ്ടാകും. ഇവിടെയാണ് ഗുണദോഷം തിരിച്ചറിഞ്ഞത്. എങ്ങനെ ഇപ്പം ഈശ്വരൻ പറയുന്ന കേൾക്കാമെന്ന് ചോദിക്കും. നിങ്ങൾ ഭക്തിയുടെ ഒരു ലെവലിലെത്തിയാൽ പിന്നെ നിങ്ങളെ കൊണ്ടു നടക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈശ്വരനായിരിക്കും, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. പിന്നെ കേവലം ചട്ടുകമായിട്ട് പ്രവർത്തിച്ചോളും ആ വ്യക്തി. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തലാണ് പ്രശ്നം. എത്തി കിട്ടിയാൽ രക്ഷപ്പെട്ടു. പിന്നെ എത്ര ജന്മം എടുത്ത് വന്നാലും അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ഭഗവാന്റെ ആ
അടുപ്പം വന്ന് ഭഗവാൻ പറയുന്നതൊക്കെ കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ തുടങ്ങി അത് ചെയ്ത് അതിൻ്റെ സക്സസ്സും അതിലൊരു ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടായാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും ഭഗവാനെ വിട്ടുപോകുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ഭഗവാനെ കിട്ടി എന്ന് പറയാൻ നമ്മൾ. എല്ലാവർക്കും ഉണ്ട് ഈ അർഹത, എല്ലാവർക്കും ഉണ്ട് ഭഗവാനെ കിട്ടാനുള്ള അർഹത. ആർക്കും പ്രത്യേകമായിട്ട് പക്ഷപാതം എനിക്ക് മാത്രമേ കിട്ടുള്ളൂ, മറ്റൊരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. യോഗ്യത ആര് നേടുന്നു അവർക്ക് കിട്ടും, കിട്ടിയിരിക്കും. അവരെയാണ് നിമിത്തമായിട്ട് ഉപയോഗിക്കാം ഭഗവാൻ. അത്തരത്തിലുള്ള ഭക്തരെ വേണമല്ലോ. 100% ഡെഡിക്കേറ്റായിട്ട് പ്രവർത്തിക്കുന്നവരെ ഭഗവാൻ ആവശ്യമുള്ളൂ. അവരാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ഇനി സഞ്ജയൻ പറയുന്നതും കൂടെ കേട്ടുകൊള്ളുക. പിന്നെ അർജുനൻ പറയുന്നത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഏതശ്രുത്വ വചനം കേശവസ്യ കൃതാഞ്ജലിർ വേപമാന കിരീടി നമസ്കൃത്വ ഭൂയ ഏവാക കൃഷ്ണം സദർഗതം പ്രീത പ്രീത പ്രണമ്യ. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അർജുനന് ശരിക്കും അവബോധം ഉണ്ടാകാം. എന്നുവെച്ചാൽ ആത്മബോധത്തിലേക്ക് വരികയാണ്. ഇത്രയും കൃത്യമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഒരു വാക്ക് മതി ചിലപ്പം നമ്മുടെ സ്വഭാവം മാറാം. അപ്പം അർജുനന് ആരാണ് അങ്ങെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ഭഗവാൻ ആരാണ് എന്ന് അർജുനിലൂടെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പോവാണ്, അനുഭവത്തിലൂടെ. അതാണിപ്പോ സഞ്ജയൻ പറയുന്നത്. സഞ്ജയൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? കേശവസ്യ ഏതത് വചനം. ശ്രീകൃഷ്ണന്റെ ഈ വാക്യത്തെ കേട്ടിട്ട്, ഏത് വാക്യത്തെ? ഈ 3 ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞ വാക്കുകളെ കേട്ടിട്ട് സുത്വാ കിരീടി അർജുനൻ ഭീത വേപമാന, ഏറ്റവും ഭീതനായി വിറച്ചുകൊണ്ട് ഭൂയ കൃഷ്ണ പ്രണമ്യ നമസ്കൃത്വ, വീണ്ടും വീണ്ടും ഭഗവാനെ വണങ്ങി നമസ്കരിച്ചു. കൃതാഞ്ജലി സദ്ഗതഗതം, കൂപ്പുകൈകളോടെ ഗദ്ഗതത്തോടുകൂടി പറഞ്ഞു. ഈ ഭക്തിയുടെ ഏറ്റവും വലിയ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്, യഥാർത്ഥ നിങ്ങൾ ഡിവോട്ടഡ് അല്ലെ ഡെഡിക്കേറ്റഡ് ഡിവോട്ടി ആണെങ്കിൽ ഈ ഭഗവാന്റെ കഥകളോ ഭഗവാന്റെ കാര്യങ്ങളോ പറയുമ്പോൾ അറിയാതെ തൊണ്ട കിടുകിടുക്കും, ഗദ്ഗത കണ്ഠനായിട്ട് മാറും. അറിയാതെ ചിലപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അത് ആനന്ദ കണ്ണീരാണ്. ഭഗവാന്റെ കഥ പറയുമ്പോൾ ഇല്ലേ, ഭഗവാന്റെ ഓരോ ചെയ്തികളെ പറ്റി വർണ്ണിക്കുന്ന സമയത്ത് ഗദ്ഗത കണ്ഠനാകുവോ കണ്ണീരിൽ കണ്ണിൽ വെള്ളം നിറയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെഡിക്കേഷൻ ഡിവോട്ടിയുടെ ലക്ഷണം. അത് ഉള്ളിൽ തട്ടിയിട്ടാ പറയുന്നത്. ഇവിടെ ഭഗവാന്റെ വചനങ്ങൾ നേരിട്ട് അർജുനൻ കേൾക്കുക. നമ്മളിപ്പം മീഡിയേറ്റർ മുഖേന എത്ര മീഡിയേറ്റർ കഴിഞ്ഞു ഇല്ലേ? സഞ്ജയനാണ് ഇതൊക്കെ പറയുന്നത്. ഇനി അതിനും അപ്പുറം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഇത് വിശദീകരിക്കുന്നത്. എത്രയോ മഹാത്മാക്കൾ ഇതേപ്പറ്റി വ്യാഖ്യാനം ചെയ്തിട്ടുണ്ടാവും. അപ്പം എത്ര ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം അർജുനൻ നേരിട്ട് ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഗദ്ഗത കണ്ഠനായിക്കൊണ്ട് ഇനി ചിലത് പറയാൻ പോവാ. അതുകൊണ്ടാണ് യഥാർത്ഥ ഡെഡിക്കേറ്റഡ് ഡിവോട്ടിയാണ് അർജുനൻ എന്ന് പറയാൻ കാരണം. ശ്രീകൃഷ്ണന്റെ ഈ വാക്യത്തെ കേട്ടിട്ട് അർജുനൻ ഏറ്റവും ഭീതനായിക്കൊണ്ട് വിറച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവാനെ നമസ്കരിച്ച് തൊഴുകൈയോടെ ഗദ്ഗതത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ഇനിയാണ് അർജുനന്റെ ശരിക്കും ഭഗവാൻ ആരാന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശരിക്കും ഇൻഡ്യൂഷൻ കിട്ടാണ്. ഇൻഡ്യൂഷൻ എന്ന് പറയുകയാണ് ഭഗവാന്റെ വചനങ്ങൾ നേരിട്ട് കേൾക്കാൻ സാധിക്കുക. ആ കേൾക്കാൻ സാധിച്ച് അതിൽ നിന്നാണ് ശരിക്കും ഇനി അർജുനൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല ഇനി അർജുനൻ പുറത്തേക്ക് വരുന്നത്. ഈ ഇൻഡ്യൂഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് ഈശ്വരന്റെ അനുഗ്രഹം. അതായത് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം, ജ്ഞാനദീപം തെളിയിക്കുക. ഇത് രണ്ടും ഒന്നിച്ചാണ് അർജുനന് കൊടുക്കുന്നത്. പിന്നെ അവിടെ ഭഗവാൻ പറയുന്നതല്ലാതെ പിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക്. ഇതെങ്ങനെ എത്ര
ക്ലാരിഫൈ ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2002 വരെ ഈ ഒരു ഗീത പറയുന്ന ആളോ ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാർഗത്തിലോ അല്ലായിരുന്നു. അതിനുശേഷം ഭഗവാന്റെ ഡയറക്റ്റ് ഇൻഡ്യൂഷൻ, നിന്റെ ഡ്യൂട്ടി ഇന്നതാണ്, അതെൻ്റെ ഭക്തർക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞത്, അതിന് എന്ന് ആ നിർദ്ദേശം കിട്ടിയോ അതല്ലാതെ ഒന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല. എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും അത് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട്, അവരെ യഥാർത്ഥ മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചിന്തയും പ്രവർത്തികളും ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. ഇതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ ഈ ജന്മം എന്നല്ല, ഒരു ജന്മം എനിക്ക് സാധ്യമല്ല. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അറിയാതെ ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ വെള്ളം നിറയാൻ തുടങ്ങും, ഗദ്ഗത കണ്ടതാണ്. ഇതാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു അവസരം, ആ ഒരു യോഗ്യത എങ്ങനെ വന്നു ഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർവ്വജന്മ സുഹൃതം എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. എല്ലാവർക്കും കിട്ടുന്നുമല്ല. മനുഷ്യാണാം സഹസ്രേഷു കച്ചിൽ തഥാമവിസിദ്ധാനാം കശ്ചിൻ മാം വേതി തത്വത എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. അപ്പൊ ഇനി അർജുനൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് പറയുന്ന സ്തുതിയാണ്. ഇത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 36 ശ്ലോകം, 36ാമത്തെ ശ്ലോകം തൊട്ട് ഏതാണ്ട് 45 ശ്ലോകം വരെ, 46 ശ്ലോകം വരെ ഭഗവാന്റെ ആ എന്താ പറഞ്ഞ, ഭഗവാന്റെ ഇൻഡ്യൂഷൻ, ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു അർജുനൻ. അതിൻ്റെ ഉത്തരം ഭഗവാൻ 3 ശ്ലോകത്തിലൂടെ, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഈ നിമിഷം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ 3 ശ്ലോകത്തിലൂടെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണ് അർജുനന് ശരിക്കും ഈശ്വരൻ ആരാന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് 100% ഡെഡിക്കേറ്റഡ് ഭക്തന്റെ ലക്ഷണത്തിലാണ് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ യഥാർത്ഥ സ്തുതിയായിട്ട് ഭവിക്കുക. അവിടെ സത്യത്തിനപ്പുറം ഒന്നും, ഇതിനപ്പുറം ഒന്നും ആർക്കും ഈശ്വരനെ പറ്റി പറയാൻ സാധ്യമല്ല. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അർജുനൻ ഇനിയൊരു 10 ശ്ലോകത്തിലൂടെ, അതായത് 11 ശ്ലോകമുണ്ട്, 36ാമത്തെ ശ്ലോകം തൊട്ട് 46ാമത്തെ ശ്ലോകം വരെ പറയുന്ന ഈ ശ്ലോകങ്ങൾ 100% ഒരു ഡിവോട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്തുതിയാണ്. അവിടെ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി വച്ചിരിക്കുന്നു എന്നല്ല, ആ ഈശ്വരൻ ആരാന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥ സ്തുതി. ഇതാണ് അർജുനെ ശരിക്കും കർമ്മയോഗിയാക്കി മാറ്റാനുള്ള ആ ഇൻഡ്യൂഷനാണ് 3 ശ്ലോകത്തിലൂടെ ഭഗവാൻ കൊടുത്തതെന്നർത്ഥം. ഇത് നമുക്കും ബാധകമാണ്. അതുകൊണ്ട് ഭഗവാൻ ആരാണെന്ന് സംശയമുള്ളവർക്ക് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ, ഇവിടെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം മാത്രം എടുക്കണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമുക്ക് യുക്തിസഹജമായിട്ട് ചിന്തിച്ച് അത് വേണ്ടത് വേണ്ട സമയത്ത് പ്രയോഗിക്കാനുള്ള യുക്താഹാര വികാരസ് യുക്തദേശസു കർമ്മസു എന്ന് പറഞ്ഞ അതേ വാക്കുകളെ കൊണ്ട് നമുക്ക് യുക്തിസഹജമായിട്ട് ഭഗവാന്റെ ഉപദേശത്തെ കേട്ടെടുത്ത് നടത്തേണ്ടിയിരിക്കുന്നു. അതിന് കേവലം നമ്മളൊക്കെ നിമിത്തമാണെന്ന്, ഈശ്വര കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട നിമിത്ത ശരീരികളാണ് നമ്മൾ ഓരോരുത്തരും എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ പരോമേദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശങ്കചക്രം കൗമാരകീം സരസിജങ്കരുണാസമുദ്രം യഥാസഹായമതിസുന്ദരമന്ദകാസം അദാലയേ ശമനിശം ഹൃദിഭാവയാമി. അദാലയേ ഹൃദിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.